അച്ഛൻ ബാക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അമ്മ അവനെ തന്നെ വിളിച്ചു. അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛൻ ആദ്യം കയറി. ഇന്നലെ അവ എന്നെ ഉളുപ്പില്ലാതെ അവ എനിക്ക് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയതിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഹസീന എന്ന് പറഞ്ഞൊരു വീട്ടമ്മേനെ അവരുടെ ഹസ്ബൻഡ് വെട്ടി കൊലപ്പെടുത്തി കുട്ടികളുടെ മുന്നിൽ വെച്ച്. ആ ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതായിരുന്നു. ആ സമയത്ത് വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് സംശയരോഗം കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്നുള്ള രീതിക്കായിരുന്നു വന്നത്. ഭാര്യ കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കുമായിരുന്നു. അതിന് തിരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇദ്ദേഹം ഭയങ്കര ഉപദ്രവമാണ്, ഭയങ്കര സംശയരോഗിയാണ്, ഇങ്ങനെയുള്ള കുറേ കഥകളായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രചരിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ഇട്ടു, ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉള്ളിടത്ത് എങ്ങനെ പെണ്ണുങ്ങൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പല രീതിക്കും കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല സത്യം. അതിൻ്റെ പിന്നിൽ വേറെ കുറേ സത്യങ്ങളുണ്ടെന്നുള്ളത് അവരുടെ മകൾ തന്നെ വന്ന് പറഞ്ഞപ്പോഴാണ് പുറം ലോകം അറിയുന്നത് കൂടുതലും. അന്നേരവും പറയുന്നുണ്ട് ഇവർ ആരുമായിട്ടോ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അത് കൂടെ പഠിച്ചതാണ് എന്നൊക്കെ ഇങ്ങ് ആക്കി തീർക്കുമായിരുന്നു ചെയ്തത്. പക്ഷേങ്കിൽ അങ്ങനെയൊന്നുമല്ല, അതിനൊക്കെ അപ്പുറം കുറേ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് അവരുടെ മകൾ തന്നെ ഒരു ഇൻ്റർവ്യൂയിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ ഭാര്യയും ഭർത്താവും 4 കുട്ടികളും പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടെ ആയിട്ടാണ് താമസിക്കുന്നത്. സ്വന്തം വീടൊന്നുമല്ല, വാടക വീടാണ്. അദ്ദേഹം നല്ല രീതിക്ക് കുടുംബം നോക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലാതെ ജോലിക്കൊന്നും പോകാതിരിക്കുന്ന ആളൊന്നുമല്ല. ജോലിക്ക് പോയി കുടുംബം നല്ല രീതിക്ക് നോക്കുന്ന ഒരാളാണ്. അവർക്കിടയിലേക്കാണ് ഈ ഹരി എന്ന് പറഞ്ഞ ആൾ വന്ന് കയറുന്നത്. അദ്ദേഹവും ഈ ഹസീനയും കൂടെ ഒന്നിച്ച് പഠിച്ചാണ്. ഈ ഹസീന കല്യാണം കഴിച്ചേക്കുന്നതും വേറൊരു മതത്തിൽ നിന്നുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അത് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് സുരേഷ് എന്ന് പറഞ്ഞ ഒരാളെയാണ് അവർ വിവാഹം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ അതിലേക്ക് ഏതൊരു കുടുംബം നല്ല രീതിക്ക് പോകുമ്പോഴത്തേക്ക് അതിൽ മൂന്നാമത് ഒന്നെങ്കിൽ ഒരു പെണ്ണായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കാം, ഏതെങ്കിലും ഒരെണ്ണം വന്ന് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തം നശിപ്പിച്ച് 4 വഴിക്കാക്കി വെച്ചാൽ ഇവർ പോകുള്ളൂ. ഇതിൽ നഷ്ടം വരുന്നത് മിക്കപ്പോഴും ഉണ്ടല്ലോ ഈ സ്നേഹം നല്ല ഇതായിട്ടുള്ള കുടുംബത്തിനായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. ഇത് ഇവരുടെ കുടുംബത്ത് ഇവർ ഭയങ്കര ഹസീനെ പറ്റി ഒരുപാട് സോഫ്റ്റ് ആയിട്ടായിരുന്നു ആൾക്കാർ പറഞ്ഞത്, ഇത്രയും പാവം സ്ത്രീ എന്ന്. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറം അവർക്കൊരു മുഖമുണ്ട്. മരണപ്പെട്ടു പോയ ഒരാളെ പറ്റി നമ്മൾ അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും സത്യങ്ങൾ മനുഷ്യരറിയണം. ഇന്നിപ്പം അദ്ദേഹവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞേക്കാണ്. കാര്യം ഈ കുട്ടിക്ക് അറിയായിരുന്നു, മൂത്ത കുട്ടിക്ക് അറിയായിരുന്നു ഇവർ മരണപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് അറിയായിരുന്നു, ഈ പിള്ളേരുടെ അച്ഛൻ ജീവിച്ചിരിക്കണമെന്ന് അറിയായിരുന്നു. കാര്യം അത്രയ്ക്ക് ഭയങ്കരമായിട്ട് അയാൾ അദ്ദേഹം അവരെ സ്നേഹിച്ചിരുന്നു, ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം കൂടുതലാണ് അവരത് സംശയരോഗം എന്നുള്ള രീതിക്ക് അങ്ങ് ആക്കി തീർത്തത്. അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ ഒരുപാട് അങ്ങനെ സ്നേഹിച്ചിരുന്നു. അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും ചെറിയ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇവർ ഇതിനു മുമ്പ് ഈ ഹരി എന്ന് പറഞ്ഞവൻ്റെ കൂടെ പോയി ഒരു കൊച്ചിനെയും കൊണ്ടാണ് ഇവർ പോയി അവൻ്റെ കൂടെ താമസമാക്കി. ഇവർ പരാതി കൊടുത്തു. ലാസ്റ്റ് ഇവരെ വിളിച്ചപ്പോൾ ഇവർ വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവർ സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുത്തു. അങ്ങനെ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഇവർ പോയ സമയത്ത് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. 2 വട്ടം ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇദ്ദേഹം പറഞ്ഞു അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവളില്ലാതെ പിന്നെ എനിക്ക് ലോകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അയാൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചത്. അവരില്ലാതെ ഒരു ലോകത്തെപ്പറ്റി എങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇവർക്ക് അങ്ങനെ ആയിരുന്നില്ല. ഇവർക്ക് ഈ ഹരി എന്ന് പറഞ്ഞവനോട് അങ്ങ് പ്രേമവും കാമവും എല്ലാം കൂടെ അങ്ങ് മൂത്ത് ഇവർ ആ വഴിക്ക് അവൻ്റെ കൂടെ അങ്ങ് പോയി. ഒരുപക്ഷെ അങ്ങനെ ഒരു കുടുംബം കാണുമായിരിക്കും എനിക്ക് തോന്നുന്നു. കാര്യം ഇവരുടെ പ്രായം 35-36 വയസ്സ് കണ്ട് ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. അത്രയും കണ്ട് പ്രായം ഇവർക്കുണ്ട്. അപ്പോൾ ഏകദേശം അത്രയും പ്രായം അവനും കാണുമല്ലോ. അപ്പോൾ അവരും വിവാഹം കഴിച്ചായിരിക്കും ഒരു കുടുംബം ഉള്ളതായിരിക്കാം. എന്നിട്ട് ഇവർ പോയിട്ട് വന്നു കഴിഞ്ഞും ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്, ഇവർ വന്നപ്പോൾ ഭയങ്കര ഡിമാൻഡൊക്കെ വെച്ചാണ് വന്നത്. ഇവരോട് അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, പിന്നെ അങ്ങേര് ഇവരുടെ ഭർത്താവ് ഇവരുടെ മുന്നിൽ പോലും വരാൻ പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങേര് അവിടെ ഒരു പാവത്താൻ പിടിച്ചൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ കൊച്ചു തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കുട്ടികളുടെയൊക്കെ പ്രായമാണെങ്കിലും 17, 18 പിന്നെ 8, 7 ഒക്കെ വയസ്സുള്ള കൊച്ചു കുട്ടികളാണ്. ഒരുപാട് പ്രായമായി. എനിക്കത് മൂത്ത പെങ്കൊച്ചാണ്, അതിനാണ് 18 വയസ്സായിരിക്കും തോന്നുന്നു. അങ്ങനെ ആ കുട്ടികളുടെ ആ ഒരു കുടുംബത്തെ മൊത്തത്തിൽ അതുങ്ങളെ അനാഥമാക്കി കളഞ്ഞ് അപ്പനും പോയി അമ്മയും പോയി. ആ ഒരു സിറ്റുവേഷനിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ല, ഒന്നുമില്ല. ഇത്രയെല്ലാം കാണിച്ചു വെച്ചായിട്ട് അവൻ സുഖമായിട്ടൊരിടത്ത് നല്ല മാന്യനായിട്ട് ഇരിപ്പുണ്ട്, പുറംലോകം അറിയാതെ. ഇവർ പറയുന്നുണ്ട് ഹരി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനെല്ലാം കാരണം നീ കൊച്ചു പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യം കയറി ഇദ്ദേഹം അവരെ സംശയരോഗത്തിൻ്റെ പുറത്ത് അവരെ കൊലപ്പെടുത്തി എന്നൊരു വാർത്ത മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ആ കൊച്ചിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് മലയാളി വാർത്തയോ അങ്ങനെയാണ് ഒരു ചാനലിലെന്ന് തോന്നുന്നു കേട്ടോ. അതിനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അദ്ദേഹം ഒരുപാട് പേരെ അങ്ങ് സ്നേഹിച്ചു, അതാണ് പറ്റിപ്പോയ തെറ്റ്. അവർക്ക് അങ്ങേരുടെ സ്നേഹം ഒട്ട് മനസ്സിലാക്കാൻ ഒട്ട് പറ്റിയുമില്ല. അവർ അദ്ദേഹത്തെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി ജീവിക്കുന്നതിനെ പറ്റിയാണ് അവർ ചിന്തിച്ചത്. എന്നാണേലും ഈ 4 കുഞ്ഞുങ്ങൾക്കാണ് ആരും ഇല്ലാതായത്. അപ്പനും പോയി അമ്മയും പോയി. അദ്ദേഹം തമിഴ്നാട്ടിലെങ്ങാണ്ട് ചെന്ന് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ശരി ഉണ്ടാതിരുന്ന ആശുപത്രിയൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്നപ്പോൾ അമ്മ ഇവിടെ സോഫയിൽ ഇരിക്കുന്ന മോൾ അവിടെ ഇരിക്കുന്നു, അച്ഛൻ ബാക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അമ്മ അവനെ തന്നെ വിളിച്ചു. അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛൻ ആദ്യം കയറി.
അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി നോക്കി, അമ്മ ഇങ്ങനെ ഉണ്ട്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിളിക്കണ്ടെന്ന് പറയാം എന്ന് നമ്മൾ കുറേ പറഞ്ഞു കൊടുത്തു. അമ്മ മോളോട് സംസാരിച്ചിരുന്നോ വീട്ടിൽ വന്നപ്പോൾ? ആദ്യം സംസാരിച്ച്, പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവര് ഈ കേസ് കൊടുത്ത് ഇവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എങ്ങനെയും ഇത് ഒന്നിച്ച് പോകാൻ വേണ്ടി അദ്ദേഹം മാക്സിമം അവർ മുന്നിൽ താന്നു നിന്നു. അന്നേരം അവൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, അവൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ മുന്നിൽ കിടന്നാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കണം. ഇവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ, ഈ മക്കളുടെയും ഈ ഭർത്താവിൻ്റെയും മുന്നിൽ നിന്നാണ് ഇവർ ഈ പണി കാണിക്കുന്നത്. ഈ കോൾ അവൻ്റെ വരുന്നത് എടുക്കുന്നത്, എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവൻ്റെ കൂടെ ഇനിയും പോകും, ഞാൻ അവൻ്റെ കൂടെ ജീവിക്കും. ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്, ഞാൻ ഇനി അവൻ്റെ കൂടെ പോകും, അവൻ്റെ കൂടെ ജീവിക്കുന്നത്. ഒരു മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അവർ പോയിട്ട് അവരെ തിരിച്ച് കൊണ്ടുവന്നേച്ചും അങ്ങനെ ക്ഷമയോടെ നിൽക്കുവാണ്. കാര്യം ഇവർ എങ്ങനെയും മുന്നോട്ട് ഇത് പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം എല്ലാം ക്ഷമിച്ച് നിൽക്കുന്നത്. അതൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗമായിരുന്നു. ഇതായിരുന്നു മെയിനായിട്ട് വന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ മകള് തന്നെയാണ് പറഞ്ഞത്, കൊച്ചൊന്നല്ല പറഞ്ഞത്, 18 വയസ്സെന്നൊരു കുഞ്ഞാണ് പറഞ്ഞത്. കാര്യം അപ്പനും അമ്മയും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അതിനിപ്പോൾ ആരുടെ സൈഡ് പിടിച്ച് പറയേണ്ട കാര്യമില്ല. അമ്മയുടെ സൈഡോ അപ്പൻ്റെ സൈഡോ പിടിച്ച് പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പം അപ്പൻ ജീവനോട് ഇരുന്നേച്ച് അമ്മ നഷ്ടപ്പെട്ടതാണെങ്കിൽ പറയാം, അപ്പം പറഞ്ഞു കൊടുക്കുന്ന ആ കൊച്ചു പറയുന്നതെന്ന് പറയാം. പക്ഷെ ഒരിക്കലുമല്ല, രണ്ടുപേരും നഷ്ടപ്പെട്ടു എന്ന കുഞ്ഞിനറിയാം. അതുള്ള സത്യങ്ങളാണ് അത് പറയുന്നത്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ലയെന്ന് പറയടില്ല, ഒരാളെ പാത്രം കുറ്റം പറയടില്ല. നമ്മൾ ആളെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളൊന്ന് താന്ന് നിന്നായിരുന്നു, അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ നിന്ന്. പിന്നെ അച്ഛൻ കാല് പിടിക്കുന്ന അവസ്ഥ വരെ നിന്നിട്ട് പോലും അമ്മ വാശിക്ക് തന്നെ നിന്നു. അമ്മയും പിന്നെ 2ാം തീയതി ആയപ്പോഴേക്കും മനസ്സ് മാറ്റിച്ചു എന്നുള്ള ഇത് നമ്മളമ്മ നമുക്കറിയാമല്ലോ, ഇത്രയും വർഷം നമുക്കറിയാമായിരുന്നു നിന്നെ നമ്മളമ്മയെ. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അവൻ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ അവൻ നല്ല ഇതായിരുന്നു. അവനാണ് കാരണം. അവൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇത്രയും ഇതായിപ്പോയത്. അങ്ങനെ അത് അങ്ങനെ സംസാരിച്ച് അവൻ വിളിച്ചോണ്ടിരിക്കുന്നു അമ്മേനെ. ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കി അത് പറഞ്ഞിട്ട് അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മേനെ. അച്ഛൻ കാല് വരെ പിടിച്ചെന്ന്. അത്രയും ക്ഷമിച്ചും അത്രയും താന്ന് നിന്നിട്ടും അവൻ്റെ കൂടെ പോകണം. അവനങ്ങ് മാറ്റിയെടുത്ത് അവരെ മാറ്റിയെടുത്ത് പറയാൻ പറ്റില്ല. കാര്യം 36 വയസ്സെന്നൊരു സ്ത്രീയാണ് അവർ. അവർക്ക് ഈ 4 കുഞ്ഞുങ്ങളുണ്ട്. ഒരുത്ത മാറ്റിയാൽ ഉടനെ മാറ്റാനായിട്ടിരിക്കുന്നതല്ല അവരുടെ ജീവിതം. അപ്പോൾ അവൻ്റെ കൂടെ പോയി അവിടെ ഒന്നിച്ച് പുറത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്കത് മതി ഇതങ്ങ് തോന്നി. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ 4 കുഞ്ഞുങ്ങളെയും കളഞ്ഞേച്ച് അതിലൊരു കൊച്ചിനെ കൊണ്ടിട്ടുള്ളൂ, ബാക്കി 3 കുഞ്ഞുങ്ങൾ അവിടെ ഇല്ലേ. ഇതുപോലെ ഇവരെ സ്നേഹിച്ച് ഇവരെ പുറകെ നടക്കുന്ന ഭർത്താവിനോട് കളഞ്ഞേച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവൻ അതുപോലെ അവരെയും കൊണ്ട് പോയി കറങ്ങി അടിച്ച് നടന്നു. അത്രയേ ഉള്ളൂ കാര്യം. പോയെന്നൊന്നും ആരും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് അച്ഛൻ പോയി. ആരും എന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എല്ലാവരും എൻ്റെ അടുത്ത് മറച്ചച്ഛൻ ചോദിച്ചു. അപ്പം പറഞ്ഞു നിങ്ങൾ ഈ അമ്മയുടെ ഇതിൽ നിൽക്കായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും ഞാൻ പേടിച്ച് അച്ഛനെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ചു. ഒറ്റൊരുത്താൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഇവനെ വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല. ഇവൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. ഈ അരി കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും പോയത്. അവരെ വെറുതെ വിടല്ലത് ഞാൻ പറയുന്നത്. പോലീസ് കാരണമാണ് ചെയ്തത്, ഇവൻ കാരണമാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്, നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കണതിൻ്റെ അവസ്ഥ. എന്നിട്ട് ഇന്നലെ അവനെ ഉളുപ്പില്ലാതെ എന്നിട്ട് മെസ്സേജ് ഇട്ടെങ്കിലും എന്ന് പറഞ്ഞ് കോൾ മീന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കല്. കഷ്ടമുണ്ട്. അച്ഛൻ മരിച്ച വിവരം കൊച്ചറിയുന്നില്ല. അതിനെ ആരും അറിയിച്ചുമില്ല. കാര്യം വെച്ചാൽ അമ്മ പോയി, ഇനി അച്ഛൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇനി ഇതിനോട് പറയണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഒരു ദിവസം എനിക്ക് അത് ഒരു ദിവസം സമാധാനത്തോട് കിടന്നോട്ടെ എന്ന് ഓർത്തോണ്ടാണ് അവർ ബന്ധുക്കാരും പറയാതെ. പക്ഷേ ന്യൂസ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കൊച്ചു കണ്ടപ്പം കൊച്ചു വെച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു ഒരു ദിവസമെങ്കിലും നീ സമാധാനത്തോടെ കഴിച്ചാൽ അമ്മ പോയി, അച്ഛനും പോയി, ആരും ഇല്ലാതൊക്കെ. ആ കൊച്ചു പറഞ്ഞു കേട്ടോ, അച്ഛനെങ്കിലും കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അച്ഛനും പോയെന്ന്. അങ്ങനെ അപ്പനും അമ്മയും പോയി. എന്നിട്ട് ആ നാറി അവന് ഈ കൊച്ചിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടേക്കുന്നെന്ന്, അവനെ ഒന്ന് വിളിക്കാനെന്നും പറഞ്ഞുകൊണ്ട്. നാണമുണ്ടോ അവന്? ഈ കൊച്ച് ഇനി അവനെതിരെ ഒരു അക്ഷരം പറയരുതെന്ന് പറയാൻ വേണ്ടിയായിരിക്കും അവന് വിളിക്കുന്നത് കൊച്ചിനെ. അവൻ്റെ പേര് ഇതിനകത്തൊന്നും പെടുത്തരുതെന്ന് പറയാൻ വേണ്ടി. എങ്ങനെ ഇവന് തോന്നി ഈ അപ്പനും അമ്മയും പോയിട്ട് ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന കൊച്ചിനോട് ഈ നാറി വിളിക്കാൻ പറയട്ടെ? അവനല്ലേ ആ കൊച്ചിങ്ങളുടെ അമ്മയും വിളിച്ചുകൊണ്ട് പോയി ആ ഒരു കുടുംബം നശിപ്പിച്ച് കളഞ്ഞത്. ആ ഒരു കുടുംബത്തിന് മുഴുവൻ ആ 4 കുഞ്ഞുങ്ങളെ അനാഥമാക്കി കളഞ്ഞത് അവനല്ലേ. കയറി കിടക്കാൻ ഒരു വീടില്ല. ആ ഒരു അവസ്ഥയ്ക്ക് 18 വയസ്സായിരിക്കുന്ന ഒരു പെൺകൊച്ച് എവിടെ പോകും? ഇവനെപ്പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല. ഇവനെപ്പോലുള്ളവന്മാർ ഇതുപോലുള്ള പലരുടെയും ജീവിതം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കുടുംബത്തും കയറി ആ കുടുംബം നശിപ്പിച്ച് കളയുന്നതിനൊക്കെ ഉണ്ടല്ലോ പിന്നീട് ഒരു ജീവിതം കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അവനൊക്കെ സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട് അവനൊക്കെ തേരാ പരം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ പലരെയും കണ്ടിട്ടുണ്ട്. മറ്റൊരു കുടുംബത്തിൽ കയറി ആ കുടുംബം മുഴുവൻ നശിപ്പിച്ചേച്ച് ഇവന്മാരൊക്കെ അന്നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി കയറി ചെല്ലുന്നതാണ്.
എന്നിട്ട് ആ ഒരു കുടുംബം മുഴുവൻ നശിപ്പിച്ച് ചെവുമാർ പോവുകയാണ് ചെയ്യുന്നത്. പിന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ളതിനൊക്കെ തിരിച്ച് എപ്പോഴും കിട്ടാതിരിക്കത്തില്ല. സ്വന്തം കുടുംബത്തിന് ഇതുപോലെ തന്നെ പണി കിട്ടും. നമ്പർ എൻ്റെ നമ്മളിൽ നമ്പരില്ലാത്തതുകൊണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ എന്തെന്ന് ആ നമ്പർ നേരെ ഇവിടെ ഉള്ളവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പറയാതെ പറഞ്ഞു. അവൻ എന്തിനാണ് ഇത് വിളിക്കണേ തറയുടെ ഒത്തുതീർപ്പാക്കാനാണോ പ്രശ്നമാവാതിരിക്കാനാണോ ഒന്നും അറിഞ്ഞൂടാ. എന്നാലും അവൻ കാരണമാണ് ഇത്രയും പ്രശ്നമാക്കിയല്ലേ ഇതുവരെ ആക്കിയത് അവൻ കാരണം. അവനെ വെറുതെ വിടല്ലെന്ന് ഞാൻ സത്യം തന്നെ താഴ്മയായിട്ട് ഞാൻ ചെന്ന് വെച്ചാൽ വാല് തുറന്നിട്ടത്. അമ്മ കാണൂല, അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് അറിഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കരുതെന്ന് പറയണം, എൻ്റെ മുന്നിൽ വന്ന് അലക്കില്ലെന്ന് പറയണം. ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് വെച്ചാൽ വാല് തുറന്നിട്ടത്. അമ്മ കാണൂല, അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് അറിഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കരുതെന്ന് പറയണം, എൻ്റെ മുന്നിൽ വന്ന് അലക്കില്ലെന്ന് പറയണം. ഇങ്ങനെ അങ്ങോട്ട് നടക്കരുതെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വിലക്കിയിരുന്നു എൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാൽ ഇവളെന്ത് ഗുണ്ടയായിരുന്നു ഇവള്. കാര്യം മനസ്സിലായിട്ട് ചോദിക്കുക, ഇത്രയും പൊക്കൃത്തരം മൊത്തം കാണിച്ചിട്ട് കണ്ടവൻ്റെ കൂടെ പോയി താമസിച്ച് ഒരാഴ്ച അവിടെ താമസിച്ച് തിരിച്ച് വന്ന് സ്വന്തം മക്കൾ 18 വയസ്സായ ഒരു പെൺകൊച്ചും കൂടെ ഉള്ള വീട്ടിൽ ആ കുഞ്ഞിനെ ഒന്നും അറിയത്തില്ല. അമ്മ കാണിക്കുന്ന തെറ്റും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല കുഞ്ഞിന്. അതിനും എല്ലാം അറിയാം, അമ്മ കാണിച്ച തെറ്റാന്നും അമ്മ തോന്നിയവസാനം കാണിച്ചതെന്നും എല്ലാം ആ കുഞ്ഞിനും അറിയാം. എന്നിട്ട് അവൾ ആ കൊച്ചിനെ വിളിച്ച് വലിയൊരു ഡിമാൻഡ് വെച്ചേക്കുന്നു. അവളോട് വന്നു കഴിഞ്ഞാൽ ഈ അവളുടെ ഭർത്താവ് കരി കുഞ്ഞുങ്ങളുടെ അച്ഛൻ അവളോട് മിണ്ടരുത്, ഒച്ച വെക്കരുത്, അവരുടെ കണ്ണുവെട്ടത്ത് പോലും അദ്ദേഹം വരാൻ പാടില്ല എന്ന്. അവൾക്ക് അങ്ങനെ പോലെ അവിടെ മുന്നിൽ അവൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കരുതെന്നും. എന്നിട്ട് ഈ കൊച്ച് തന്തയോട് പറഞ്ഞേക്കുന്നു, അച്ഛൻ റൂമിൽ കയറി ഇരിക്കുക, അമ്മ കാണണ്ട, അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യമാകും. കാര്യം വീണ്ടും ഇപ്പോൾ ഈ കെട്ടും കിടക്കെടുത്തോണ്ട് മറ്റവൻ്റെ പുറകെ പോകുന്ന പേടിച്ചാൽ ഇങ്ങനെയുള്ളതൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിക്കണം. തിരിച്ച് വിളിക്കാൻ പോകരുത്. ഇങ്ങനെയുള്ളതൊക്കെ പൊക്കോട്ടെ എന്ന് അവിടെ പോയി അവൾ ജീവിക്കട്ടെ, അവൾ എത്ര കാലം അവിടെ ജീവിക്കും നമുക്ക് കണ്ടറിയാം. അങ്ങനെ ജീവിച്ചോട്ടും തന്നെ അങ്ങ് വിചാരിച്ചേക്കണം. എന്നിട്ട് ആ കൊച്ചു തന്തയോട് പറയുന്നു, അച്ഛൻ അമ്മയുടെ മുന്നിലോട്ട് വരേണ്ട, അച്ഛൻ ഡോർ അടച്ച് അകത്തിരുന്നോളാനെന്ന് പറഞ്ഞ കൊച്ചു പറയുന്നു. അതിൻ്റെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. 18 വയസ്സുള്ളൊരു കുഞ്ഞ് അമ്മയുടെ തോന്നിവാസം കഴിഞ്ഞ് അമ്മ വന്നതാ. ആ അമ്മയുടെ ഭീഷണിയാണ്, അച്ഛൻ മുന്നിൽ വന്നാൽ അവൾക്ക് പറ്റത്തില്ലെന്ന്. എന്നിട്ട് ഈ പറഞ്ഞു വെച്ച് മറ്റവനുമായിട്ട് മെസ്സേജ് വായിച്ച് കോളും ചെയ്ത് നടക്കും ഇവരുടെ മുന്നിൽ കൂടെ. അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമ സമ്മതിക്കണം. അദ്ദേഹം ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ നമുക്ക് അത്ഭുതപ്പെടാനായിട്ടുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ആരാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചിന്തിച്ച് നോക്കി. ഒരു ഭർത്താവ് ഇതുപോലെ കാണിച്ചാൽ ഒരു സ്ത്രീ എന്നായിരിക്കും ചെയ്യുന്നത്? അതുപോലെ തന്നെ ഏതൊരു പുരുഷനെയും പോലെ അയാൾ അത്രയും ക്ഷമിച്ചു. ഇത് കണ്ണുമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങേരെ കണ്ണിനും കാണരുത്, അങ്ങേര് മുന്നിൽ ചെല്ലാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് മറ്റവനുമായിട്ട് എന്നിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ കൂടെ ഇനിയും പോകും, ഞാൻ അവൻ്റെ കൂടെ പോയി ഇനിയും താമസിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങേര് എന്താണ് ചെയ്യേണ്ടത്? അങ്ങേര് കാല് പിടിച്ച് പറയുന്നു, എല്ലാം ചെയ്യുന്നു. എന്നിട്ട് അവൾക്ക് ഒരു ഇച്ചിരി പോലും ഒക്കെ ഒന്ന് ഒതുങ്ങാൻ തയ്യാറല്ലായിരുന്നു. അമ്മ കാണൂലെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ വന്നപ്പോൾ അവിടെ കസേര ഉണ്ടായിരുന്നു, നമ്മൾ കട്ടിൻ്റെ അവിടെ കസേര. അത് ഒത്തിരി ചാരിന്ന് നല്ല കുറ്റിയുണ്ടായിരുന്നു. ചാരി അച്ഛവിടെ ഇരുന്നത് അമ്മ ഓടി വന്ന് എന്നെ അച്ഛനെ വെച്ച് പറഞ്ഞു. പെട്ടെന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതായിപ്പോയി. അച്ഛൻ പിന്നെ ഒന്ന് കേൾക്കാതെ അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അടുക്കളയിലോട്ട് വെള്ളം എടുക്കാൻ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ വന്ന് അമ്മ അടിച്ചിട്ട് എന്നെ ഇവിടെ കട്ടിൽ തള്ളിയിട്ട് അടിച്ച് അവിടെ എൻ്റെ അനിയെ നെട്ടി എണീറ്റപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുത്ത് എറിയാൻ വേണ്ടി അമ്മ നിൽക്കുന്നത്. അപ്പോഴും അവിടെ വെച്ചിട്ടാണ് അമ്മ നേരെ ഓടി മേളിലോട്ട്. എൻ്റെ മൂത്താവ് അവിടെ കട്ടിലുണ്ട്, അല്ലാതെ നെട്ട കിടക്കുകയാണ്. അവ അവിടെ താഴെ കിടക്കുന്നത്. അമ്മ മേളിൽ അവനെ അനക്കാതെ മേളിൽ കിടക്കുകയാണ്. അവന് ഇവിടെ കിടക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ച് എന്ത് വെച്ചോക്കളോ ചോദിച്ചാൽ കൊച്ചു പറഞ്ഞ എന്നതിൽ മനസ്സിൽ ഞാൻ കുറെ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. കൊച്ചു പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ, ഈ അപ്പനോട് കൊച്ചു പറഞ്ഞില്ലേ മുറി കയറി കഥ അടച്ചിരിക്കും, അമ്മ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു അവിടെ നിന്നപ്പോഴത്തേക്ക് ഈ കൊച്ച് തന്തയ്ക്ക് സൈഡ് നിൽക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവള് കൊച്ചിൻ്റെ അടുത്ത് ഇച്ചിരി ദേഷ്യവും ഒക്കെയാണ് ഈ കൊച്ചിനോട്. എന്നിട്ട് ഇത് തന്തയോട് ഇങ്ങനെ പറഞ്ഞ് അകത്ത് കസാരയിട്ട് ഇരിക്കുന്ന ഒരു ഡോറ് ചാരം ചെന്നപ്പോഴത്തേക്ക് ഈ നാറി ഇവള് പറഞ്ഞ എന്നറിയോ, ഈ കൊച്ചും തന്തയും തമ്മിൽ മോശമായിട്ട് ബന്ധമുണ്ടെന്ന് ആ കൊച്ചിനോട് പറഞ്ഞതാ. 18 വയസ്സൊരു കൊച്ചിനെ ആ തന്തയും ചേർത്ത് പറഞ്ഞതാ. ഈ മോശമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉള്ളിടത്താണ് ഇവൾ ഈ തന്തയും കൊച്ചിനെ ഒറ്റ കിട്ടിച്ച് കണ്ടവൻ്റെ കൂടെ പൊറുക്കാൻ പോയത്. അതിന് ഇവള് കാണിച്ച തെറ്റിന് അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് മോശക്കാരാക്കാൻ നോക്കി. അത് കേട്ടിട്ടും ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒന്നും മിണ്ടാതെ. കാര്യം അങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒച്ച എടുക്കത്താൽ ഇവൾ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അങ്ങനെ അറിയായിരുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഈ കൊച്ച് തിരിച്ച് ഇവരോട് ചോദിച്ചു, കണ്ടവൻ്റെ കൂടെ പോയ കാര്യമായിട്ട് ചോദിച്ചു. അതിനാണ് ഈ കൊച്ചിനെ ഇവള് കുറേ തല്ലിയൊക്കെ ചെയ്തു. തല്ലി ഇതിനെ കട്ടിലോട്ട് തള്ളിയിട്ടപ്പോൾ അവിടെ ഇളയ കൊച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈ സ്പ്രേ കുപ്പി എങ്ങാണ്ട് എടുത്ത് ഇതിനെ അറിയാണ്ട് അപ്പോഴത്തേക്കാണ് ആ കൊച്ച് ഉണർന്നു. മറ്റേ കൊച്ച് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഈ കൊച്ച് കരഞ്ഞോണ്ടിടപ്പോൾ തന്ത ഒന്നിച്ച് ചെന്നാ പറ്റി മക്കളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ കൊച്ച് പറഞ്ഞു അതിനിങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവിടെ സൂക്കേട് കുറച്ച് വല്ലതും ആണോ എന്ന് ഓർത്ത് നോക്കി. അവൾക്ക് പോകണമെങ്കിൽ പോയാൽ പോരാ കൊച്ചിനെ ആ തന്തയുടെ. ഇവള് ജന്മം കൊടുത്തൊരു കുഞ്ഞല്ലേ ഇത് അല്ലേ? അങ്ങനത്തെ തന്തമാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ടായിരിക്കാം. അങ്ങനെ കാണിക്കുന്ന തന്തമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ കൊച്ചിൻ്റെ വർത്തനത്തിൽ മനസ്സിലാകും ആ മനുഷ്യൻ എത്രമാത്രം ഇവിടെ സ്നേഹിച്ചെന്നുള്ളത്.
എന്നിട്ട് ആ മനുഷ്യനെയും ആ കൊച്ചിനെയും ചേർത്ത് എന്നിട്ടും അദ്ദേഹം ക്ഷമയോടെ നിന്ന്. കാര്യം അയാൾ ഒരു ഒച്ച വെച്ചാൽ ഇവളവിടുന്ന് ആ നിമിഷം ഇറങ്ങി പോകുന്ന അങ്ങനെ അറിയാമെന്ന്. അവൾ ഓരോരോ കാരണം വെച്ചാൽ ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ വേണ്ടതിനും പറയാനായിട്ടില്ല. സ്വന്തം മക്കളെ ചേർത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കാരണം പറഞ്ഞ് ഇവർക്ക് അവിടുന്ന് പോകണം. അതിനാണ് അവൾ ആ കൊച്ചിനെ തന്തയും ചേർത്ത വൃത്തിയോട് പറഞ്ഞത്. ചോദിച്ച് എന്ത് വെച്ചോക്കളോ ചോദിച്ചു. അച്ഛൻ വിളിച്ച് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയുള്ള റെക്കോർഡൊക്കെ ഞാൻ കേൾപ്പിച്ചോട്ടെ. അച്ഛൻ ഇതും കൂടെ കേട്ടപ്പോൾ അച്ഛനെ എല്ലാം പോയി ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ അച്ഛൻ മേളിൽ കയറി പോയി. അവൻ വെളിയിൽ എന്തെങ്കിലും സംസാരിക്കും, അവനെ വല്ല വിളിച്ചു വരുത്താനാണോ എന്ന് ഞാൻ പോയി നോക്കിയിട്ടെ വന്ന് മേളിൽ കയറി കൂട്ടി ഇങ്ങനെ കൊണ്ട് മേളിൽ കയറിപ്പോയി. അവിടെ നിന്നപ്പോഴേക്ക് ഇവിടെ ഞാൻ ഉമ്മി കിടക്കുകയായിരുന്നു. അനിയത്തി ഇവിടെ കിടക്കുകയായിരുന്നു. അവരെല്ലാവരും എണീച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. ഉമ്മി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഒരു മോളെടുത്ത് ഇങ്ങനെയൊക്കെ പറയാമോ, ഒന്നിനും അങ്ങനെ മോശമായിട്ട് പറഞ്ഞു. അപ്പോഴച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശബ്ദം കൂടി മേളിലൊക്കെ കേൾക്കുന്നു, അപ്പുറത്തിപ്പുറത്തായിട്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാണടി എന്ന് പറഞ്ഞു. ഈ പെങ്കൊച്ചിൻ്റെ കയ്യിൽ കുറച്ച് വോയിസ് ഏതാണ്ട് ഉണ്ടായിരുന്നു അവൻ്റേത്. അവരുടെ ഫോണിൽ നിന്ന് അങ്ങനെ എടുത്തായിരിക്കും. ആ വോയിസ് ഈ കൊച്ചു തന്തയെ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അവർ മേളിലോട്ട് കയറി പോയിട്ടുണ്ട്, ഇനി അവനെ വിളിച്ച് അപ്പോൾ ഇവർ അമ്മയും മോളും തമ്മിൽ ഒരു വിഷയം ഉണ്ടായല്ലോ, വിളിച്ച് വരുത്തുമോ അങ്ങനെ ചെയ്യുമോ, ഇനി അവനെ വിളിച്ച് വരുത്തി പോകുമോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയറി പുറകെ പോയി. ഇവരിനി അവനെ വിളിക്കാനാണോ പോയത് എന്ന് ഓർത്തിട്ട്. ഇത് 2 നില വീടാണ്, മേളത്തെ നിലയിലോട്ടാണ് ഇവർ കയറി പോയത്. അപ്പോൾ ഈ കൊച്ചെന്നെ ഇത് ബാക്കി ഇളയ പിള്ളേരോടെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നെ അച്ഛനെയും ചേർത്ത് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ പറഞ്ഞു. ഞാൻ അച്ഛനെ എന്നെ ചേർത്ത് ഒരു മകളോട് പറയാൻ കൊള്ളാന്ന് വർത്തമാനമാണ് പറഞ്ഞെന്ന് വെച്ച് ഇത് ഒച്ചയിൽ അവിടെ കിടന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് തന്ത ഒന്നിച്ച് പറഞ്ഞു, പതിയെ പറ, നാട്ടുകാർ കേൾക്കും, നാണക്കേടാണ്. ഇത്രയും ആ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതിനകത്ത് മാത്രം നിർത്തി അത്രയും നാട്ടുകാർ കേൾക്കും മിണ്ടാതെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ അത്രയും ക്ഷമയോടുകൂടി നിന്നത്. ഇവൾ ഇനി പോകുകയില്ല, ഇവൾ തിരിച്ചു വരും, കൂടെ നിർത്താനായിട്ട് കിടന്ന് പെടാപ്പാട് പെടുവല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു ഒച്ച കുറച്ച് പറ എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൽ എനിക്കൊന്ന് വൈകുന്നേരം എന്തോ സംഭവിക്കുന്ന കാര്യം തോന്നി കൊച്ചു പറയുന്നത്. രാവിലെയാണ് അവരെ അദ്ദേഹം കൊലപ്പെടുത്തുന്നതെന്ന് പറയുന്നത് കേട്ടു. ഇത്രയും കാര്യങ്ങൾ ഇവർ കാണിച്ചു കൂട്ടി ഈ കൊച്ചിനെ വരെ ചേർത്ത് വൃത്തികേട് പറഞ്ഞു. എന്നിട്ടും അവൻ്റെ കൂടെ പോകാൻ വേണ്ടി നിന്നു. അപ്പം സ്വന്തം മോള് തന്നെയാണ് അത്. അതിനകത്ത് കുറച്ച് നേരം ഉണ്ട് അവർ ഇൻ്റർവ്യൂ. പക്ഷേങ്കിൽ ഇത് കുറച്ച് ഇതായിട്ട് ഞാൻ അതിനകത്ത് നിന്ന് അവർ കുറേ ഭാഗങ്ങൾ ഇതായിട്ട് മാത്രം എടുത്താണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ അങ്ങ് വിട്ടേച്ച് പോയി അനുഭവിച്ചിട്ട് വരട്ടേന്ന് തന്നെ വിചാരിക്കണം. തിരിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ കയറ്റാൻ നിൽക്കരുത്. തിരിച്ച് വരുമ്പോഴത്തേക്ക് കയറ്റരുത് വരയ്ക്കകത്ത്. അന്നേരത്തേക്ക് എന്നാണോ നല്ല പുളിവാർ വെട്ടി വെച്ചിട്ട് വന്ന് കയറുമ്പോഴത്തേക്കുള്ള അടിച്ച് വേണം ഇറക്കി വിടാനായിട്ട് വിളാക്കെ. ഇവളൊന്നും കേട്ടരുത്. അവളെ കണ്ടാൽ പറയുമോ ഈ മാതിരി സ്വഭാവമുള്ള സാധനമാണെന്നുള്ളത്. ഞാൻ ഇതൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഒരു നിമിഷം മനസ്സിൽ വല്ലാതെ തോന്നി കേട്ടോ. കാര്യം ഇവരെ മുഖം കണ്ടപ്പോഴത്തേക്ക് അധികം പ്രായമൊന്നും ഇല്ലല്ലോ, ചെറുപ്പക്കാരിയാണല്ലോ, എന്നാൽ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചില്ല, എന്നത്തിന് ഇത്രയും വലിയ സംശയം. അപ്പം ഞാനോർത്ത് ഇവരെ കാണാൻ ഇച്ചിരി കൊള്ളാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇത്ര സംശയം വന്നു. ഇവർ പ്രണയിച്ച് പോകാൻ കഴിച്ചതെന്നും എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഞാൻ ഓർത്ത്, എന്നിട്ട് പിന്നെ ഇങ്ങനെ എന്തിനാ ഈ സ്നേഹിച്ച് കെട്ടി ഇവരെ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ എങ്ങനെ മനസ്സ് വന്നു എന്ന് തോന്നി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേൾക്കുന്നു ഇങ്ങനെ പിറ്റേ ദിവസം തോന്നും ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതും കൂടെ വരുന്നു. ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അന്ന് പോലീസ് അദ്ദേഹത്തെ തിരയുന്നു. അപ്പോൾ ഈ പെങ്കൊച്ച് പറയുന്നുണ്ട് അച്ഛൻ ഇനി ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ആ കൊച്ചിനുണ്ടായിരുന്നു. അയാൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്ന് ഓർക്കണം. ആ മക്കളെ പോലും അങ്ങനെ അത്ര സ്നേഹിച്ചിരുന്നില്ല. ആ മക്കളെ അങ്ങനെ ഇച്ചിരി സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ജീവനോടെ എവിടെയും ഇരുന്നാലും തന്നെ തിരിച്ചു വന്ന് കുറച്ച് ജയിലിൽ പോകും, ഇല്ലെന്നല്ല നിയമപരമായിട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ അവിടെ ഉണ്ട് എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേനെ. പക്ഷേങ്കിൽ ആ മനുഷ്യൻ ആ കുഞ്ഞുങ്ങളെ പോലും അദ്ദേഹം കൂടി ഈ ലോകത്തുനിന്ന് പോയാൽ അതുങ്ങൾ കാര്യമില്ലാന്ന് പോലുള്ള ചിന്തിക്കാതെ അവരെ അത്രയ്ക്ക് അന്ധമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് അവരില്ലാത്തൊരു ലോകത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റിയതെന്ന് മനസ്സിലായത്. ഇതൊന്നും സംശയരോഗം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതൊന്നും സംശയരോഗമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അയാൾ ഒരുപാട് സ്നേഹിച്ചു പോയി, അത്രയും സ്നേഹിക്കില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിലൊക്കെ കേട്ടത് ഇവരെ അങ്ങേര് ഭയങ്കര ഉപദ്രവമാണ്, എവിടോട്ട് തിരിഞ്ഞാലും ഇവരോട് സംശയമാണ്, ഇവർ കാണിച്ചു വെച്ചിരിക്കുന്ന തോന്നിവാസം ഇതാണ്. പിന്നെ അങ്ങനെ എങ്ങനെ സംശയിക്കാതിരിക്കും? ഏതെങ്കിലും കൂടെ പഠിച്ച് ഒരുത്തിൻ്റെ കൂടെ പോയി കുറേ നാൾ താമസിക്കുക, എന്നിട്ട് തിരിച്ചു വരിക, അവനുമായിട്ട് ബന്ധം വെക്കുക, ഭർത്താവിനെ വേണ്ടാന്ന് പറയുക, ബാക്കി കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് പറയുക. ഇങ്ങനെയുള്ള ഒരാളോടൊക്കെ എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും? ഇത് ആദ്യമേ ഞാൻ കേട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഇതിനകത്ത് കേട്ടത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുനിന്നായിരുന്നു കേട്ടോ. എനിക്ക് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വീട്ടിൽ വന്നു, അങ്ങനെ ഇവർ വെച്ച് സംശയമായി എന്നുള്ളതിലായിരുന്നു ഞാനും കേട്ടത്. പിന്നെയാണ് അറിയുന്നത് ഇവരുടെ സുഹൃത്താണ്, അവർ തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ളത് അറിയുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതായില്ലേ, അവരുടെ വിവേകമില്ലാത്ത പ്രവൃത്തി കൊണ്ട് അവർക്ക് പറ്റിയ പിന്നെ മറ്റവനോടെ സുഖമായിട്ടിരിക്കും. ഞാനും പറയുന്നത് ആ കൊച്ചു പറയുന്നത് തന്നെ അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, അവന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒന്നും ശിക്ഷ കിട്ടാൻ പോകുന്നില്ല. കാര്യം നമ്മുടെ നിയമം അങ്ങനെയാണ്. പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് കെട്ടിയതായാലും കെട്ടാത്തതായാലും എന്നാ തോന്നിയ സ്ഥലം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാലും വേണം സമ്മതിക്കാനായിട്ട്. ആ നിയമം ഉള്ളത് കൊണ്ട് അവനിപ്പം എതിരെ ചെറിയ വലിയ കേസ് അങ്ങനെ വരുന്നതായിരിക്കും. കാര്യം ഈ ഒരു കൊലപാതകമായിട്ട് അവനൊരു ബന്ധമുണ്ടെന്നുള്ളത് അവൻ കൊന്നൊന്നും അല്ലല്ലോ, അദ്ദേഹം കൊന്നെന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഇവൻ നാറും, അതുറപ്പാണ്. കാര്യം ഇവനൊരു ഫാമിലി ഉണ്ടെങ്കിൽ
അതിലിവൻ നാറും, ഇവൻ്റെ കുടുംബം തകരുകയും ചെയ്യും. ഏതെങ്കിലും ഭാര്യ സഹിക്കുമോ? ഒരുത്തിയായിട്ട് ഇത്രയും നാളും താമസിക്കുമായിരുന്നു പറഞ്ഞു വിവാഹം കഴിച്ചതാണെങ്കിലും ഇല്ലേലും ഇവൻ നാറും, പിന്നെ നാട്ടിൽ നാറും. ഇവൻ ഇങ്ങനൊരു കാര്യം കാണിച്ചെന്നറിയുമ്പോഴത്തേക്ക് എത്രയാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഇവൻ്റെത് പുറത്ത് വരാതിരിക്കത്തില്ലല്ലോ. എന്നെയാളും കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. 4 കുഞ്ഞുങ്ങൾ അനാഥരായി, ആരുമില്ല, പ്രായമായ അമ്മൂമ്മ മാത്രമുണ്ട്, അവരുടെ അച്ഛൻ്റെ അമ്മ കൂടെ ഉണ്ട്, അവരേ ഉള്ളൂ. അവരെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും? കയറി കിടക്കാൻ കിടപ്പാടമില്ല. ഇനി ഇതിൻ്റെ വാടക കാര്യങ്ങൾ 18 വയസ്സേ ഉള്ള പെങ്കൊച്ചിന് എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാതിരുന്നത് അത് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? വാടക കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വല്ലവരുടെയും വീടാണ്. വാടക മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് ആഹാരത്തിനുള്ള വക ഉണ്ടാക്കണ്ടേ? 10 ദിവസം വരുന്നൊരു സങ്കടം കൊണ്ട് കുറച്ച് പേരൊക്കെ സഹായിക്കും. അത് കഴിയുമ്പോൾ ആരും കാണുകയില്ല. പിന്നെ അതുങ്ങളുടെ ജീവിതം ദുരിതമായിരിക്കും. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. ഒരു കുടുംബം ചിന്നി ചിതറി നശിപ്പിച്ച് കളഞ്ഞപ്പോഴത്തേക്കും ഹരി എന്ന് പറഞ്ഞവന് സന്തോഷമായി കാണുമോ? ആ ഒരു കുടുംബം മുഴുവനും ചിന്നി ചിതറി പോയപ്പോഴത്തേക്കും ഇനി അതോ തന്നെ ഇവർക്കൊരിഷ്ടം തോന്നി ഇവർ ചെന്ന് ഇവരെ തിരിച്ച് കൊണ്ടുവന്നപ്പം അവന് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു, നീ അവരോട് നിൽക്ക്, പറയുന്ന കേക്ക് കുട്ടികളുണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ നിന്നത് ഇത് അതൊരു പകരം ബാ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് കുറേ കഴിയുമ്പോണ്ടല്ലോ ഇവൻ്റെയൊക്കെ കൂടുതലുള്ള ജീവിതം, ഇവനൊക്കെ കുറേ നാൾ സുഖങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചവറ് പോലെ എടുത്ത് ദൂരെ കളയുമ്പോഴേ ഇവളൊക്കെ പഠിക്കുകയുള്ളൂ. ഒരു കുടുംബം ഉണ്ടെന്ന്, കുട്ടികളുണ്ട്, നമ്മൾ എന്തോരം കഥകൾ കേട്ടിരിക്കുന്നു, എന്നതെല്ലാം കാര്യങ്ങൾ കണ്ടിരിക്കുന്നു, എന്നെല്ലാം കാര്യങ്ങൾ. എന്നാലും ആരും മനസ്സിലാക്കുകയില്ല ഇതൊക്കെ ഒരു വെറും മായയാണ്, ഇതൊന്നും ജീവിതത്തിൽ ശാശ്വതമാകുന്നതല്ല എന്നൊന്നും ആരും മനസ്സിലാക്കുകയില്ല. വീണ്ടും വീണ്ടും അതുപോലുള്ളതിലേക്ക് തന്നെ ചെന്ന് വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരിക്കും. ഒരു കുടുംബം മുഴുവൻ നശിച്ച് ആ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ശാപം കൊണ്ട് ഇനി അവൻ എങ്ങനെ ജീവിക്കുമെന്നറിയാം. എത്രയാണെങ്കിലും നിയമം വെറുതെ വിട്ടാലും ദൈവം തമ്മിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ 4 കുഞ്ഞുങ്ങളുടെ കണ്ണുനീരെന്നും അവന് ശാപമായിട്ട് കിടക്കത്തില്ലേ? എന്നാലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമെന്നേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബും കൂടെ ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.